നമ്മളുടെ രാജ്യത്ത് ഏതു സംഭവം ഉണ്ടായാലും അതിനെ വളച്ചൊടിക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഒരു രീതിയായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന നടനെ നേർക്ക് നടന്ന ആക്രമണവും കത്തിക്കുത്തുമെല്ലാം ആ രീതിയിലേക്ക് മാറ്റി. ആദ്യം എവിടെയൊക്കെ ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കും, അതായത് ഏത് മതവിഭാഗത്തിലാണ് എന്ന് നോക്കും. അതിനനുസരിച്ചിട്ട് കഥ മെനയുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. സെയ്ഫ് അലി ഖാന് നേരെ നടന്നത് ഖാൻമാർക്കെതിരെ രാജ്യമെമ്പാടും നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമാണ് എന്നുവരെ കേരളത്തിലെ ഒരു മതമൗലികവാദ ചാനൽ പറഞ്ഞു വെച്ചു. ഏതായാലും ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നു. ഈ വാർത്ത ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു. പ്രതി പിടിയിലായ ഉടൻ തന്നെ പ്രതിയുടെ പേരാണ് പുറത്തു വന്നത്, വിജയദാസ്. അപ്പോൾ രാജ്യമെമ്പാടുമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളായ മാധ്യമങ്ങളും ഓൺലൈനുകളുമെല്ലാം കത്തി ജ്വലിച്ചു. അവർ എഴുതി പിടിപ്പിച്ചു പലതും. പക്ഷേ അതിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോലീസ് കൃത്യമായ വിവരങ്ങൾ വെളിപ്പെടുത്തി. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി പോലീസ് കൃത്യമായ വിവരങ്ങൾ കൈമാറി. വിജയദാസ് എന്ന പേരിൽ ആയിരുന്നു ഈ ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഇന്ത്യയിൽ താമസിച്ചത്. വ്യാജ ID കാർഡ് നിർമ്മിച്ച് ഇന്ത്യയിലെത്തുകയും 6 മാസം മുമ്പ് മുംബൈയിലെത്തുകയും ചെയ്ത മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാമാണ് ഈ സെയ്ഫ് അലി ഖാനെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇതിനു മുമ്പ് അദ്ദേഹം ഈ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഹൗസ് കീപ്പിംഗ് കമ്പനിയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. മുംബൈയിലെ വോർലിയിലെ വാടക വീട്ടിൽ ചില സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഏതായാലും ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് CRPF ഉദ്യോഗസ്ഥരാണ് ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഏതായാലും ഹിന്ദു അല്ല, അല്ലെങ്കിൽ വിജയദാസ് അല്ല കുത്തിയത്, പകരം മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം എന്നൊരാൾ ആണ്. അതുമാത്രവുമല്ല, അയാൾ ബംഗ്ലാദേശിയാണ്. ഇനി അറിയേണ്ടത്, ബംഗ്ലാദേശിയായ ഒരു പൗരൻ ഇന്ത്യയിൽ വ്യാജ ID കാർഡുമായി സഞ്ചരിക്കുന്നതും താമസിക്കുന്നതും പുതിയൊരു വാർത്തയല്ല. പക്ഷേ ഇത്രയും സുരക്ഷയുള്ള, അതീവ സുരക്ഷ ഉള്ള ഒരു വീട്ടിൽ ഉള്ള ഒരു നടനെ എങ്ങനെ അകത്ത് കയറി ആക്രമിച്ചു, അതിൻ്റെ പിന്നിൽ എന്ത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പുറത്തു വരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഇയാളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു, ഇയാളുടെ ആ ഒരു മോഷണമായിരുന്നോ, തട്ടിക്കൊണ്ടുപോകലായിരുന്നോ, അതോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളായിരുന്നോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം അറസ്റ്റിലായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.